കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് കാലാതീതമായ ആത്മീയതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കിഴക്കേ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരള ദ്രാവിഡ ശൈലികളുടെ മിശ്രിതമായ വാസ്തുവിദ്യാ ശൈലിയുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം 8-ാം നൂറ്റാണ്ടിലേതാണ്. ക്ഷേത്രത്തിന്റെ ഉൾഭാഗം അതിമനോഹരമാണ്. ചിത്രങ്ങളും ചുവർച്ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണവും ചെമ്പും ചേർത്തിട്ടുള്ള ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 80 അടി ഉയരം ആണുള്ളത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലുള്ള 6 കല്ലറകളിൽ 5ഉം അമൂല്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഉറപ്പുള്ള അറകളാണ്. എന്നാൽ 6ാമത്തെ കല്ലറ ആയ ബി കല്ലറ ഒരു സ്ട്രോങ് റൂം അല്ല, മറിച്ച് ദേവചൈതന്യവും ആയി അഭേദ്യബന്ധം ഉള്ള ഒരു പവിത്ര സ്ഥാനമാണ്. ബി നിലവിറ 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് തുറന്നിട്ടുണ്ട്. ബി കല്ലറയ്ക്കുള്ളിൽ 1-ൽ അധികം അറകളുണ്ട്. ഇവയിൽ ആദ്യത്തെ അറയിൽ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. ബി നിലവിറ 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് തുറന്നിട്ടുണ്ട്. ബി കല്ലറയ്ക്കുള്ളിൽ 1-ൽ അധികം അറകളുണ്ട്. ഇവയിൽ ആദ്യത്തെ അറയിൽ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നേടിയ സ്വത്തുക്കളും ബി നിലവറക്കകത്ത് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവറയെക്കുറിച്ച് പല തരത്തിലുള്ള കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട്. നിലവിറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യരത്നങ്ങളും വൈരങ്ങളും ആഭരണങ്ങളുടെ വില ഇന്ന് ലോകത്ത് ആൻറിക്വ കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം എത്ര വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിനാൽ തന്നെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി അല്ലെങ്കിൽ ആരാധനാലയമായി, ലോകത്തിലെ തന്നെ സമ്പന്നമായ ക്ഷേത്രമായി പത്മനാഭസ്വാമി ക്ഷേത്രം കണക്കാക്കുന്നു. ഇന്നും തിരുവിതാംകൂർ രാജവംശത്തിനധികാരമുള്ള അവകാശമുള്ള ക്ഷേത്രമായി നിലകൊള്ളുന്നു.